അഹമ്മദാബാദ് വിമാന അപകടത്തിന് കാരണം കണ്ടെത്തി. അത് വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന വിതരണം നിലച്ചതാണ്. ആ ഒരു ചോദ്യത്തിന് മാത്രമേ ഉത്തരമായിട്ടുള്ളൂ. എന്നാൽ അതെങ്ങനെ സംഭവിച്ചു എന്ന് തുടങ്ങി മറ്റനേകം ചോദ്യങ്ങൾ ഉയരുകയാണ്. അവയ്ക്കൊന്നും ഉത്തരം നൽകാൻ പര്യാപ്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എങ്ങനെ ഇന്ധന സ്വിച്ചുകൾ റൺ എന്ന സ്ഥാനത്തു നിന്നും കട്ട് ഓഫ് എന്ന സ്ഥാനത്തേക്ക് മാറി? ആരെങ്കിലും അങ്ങനെ മാറ്റാതെ അത് സംഭവിക്കുമോ? പൈലറ്റുമാരിൽ ആർക്കെങ്കിലും അബദ്ധം പറ്റിയോ? അതോ അവരിൽ ഒരാൾ മനഃപൂർവ്വം അത് ചെയ്തതാണോ? 2 സ്വിച്ചുകളും ഒരേ സമയം അബദ്ധത്തിൽ ഓഫാക്കാൻ കഴിയില്ല. രണ്ടും പ്രത്യേക സ്വിച്ചുകളാണ്. ആദ്യം സ്വിച്ച് പൈലറ്റിന് അഭിമുഖമായി ഉയർത്തണം, എന്നിട്ട് താഴ്ത്തുമ്പോഴാണ് അത് കട്ട് ഓഫ് ആവുക. ഇങ്ങനെ 2 സ്വിച്ചുകളും ഓഫ് ചെയ്തതാണ് ഇന്ധന വിതരണം നിലയ്ക്കാനുള്ള കാരണം. മനഃപൂർവ്വം ചെയ്തതല്ലാതെ സംഭവിക്കാനുള്ള സാധ്യത തീരെ കുറവ്. ഇനി ഒരു സ്വിച്ച് അബദ്ധത്തിൽ ഓഫ് ആക്കാം, അതിനുശേഷം ആ പരിഭ്രാന്തിയിൽ 2ാമത്തെ സ്വിച്ച് കൈവച്ച് അതും ഓഫ് ആവുകയായിരുന്നോ? അനുഭവ പരിചയം ഇല്ലാത്ത പൈലറ്റുമാരാണെങ്കിൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാം. പക്ഷേ അനേകം ചുഴികളും ആകാശ ഗർത്തങ്ങളും ഒക്കെ അതിജീവിച്ച 2 പൈലറ്റുമാരായിരുന്നു കോക്പിറ്റിൽ. അവരുടെ മധ്യത്തിലായിരുന്നു ഈ 2 ഇന്ധന സ്വിച്ചുകളും. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. വിമാനം തകർന്നത് അപകടമോ അട്ടിമറിയോ? ആരാണ് ഫ്യൂൽ സ്വിച്ചുകൾ ഓഫ് ചെയ്തത്? അത് ഞാനല്ല. ഈ 2 വാചകങ്ങളാണ് ആ കോക്പിറ്റിൽ നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒരു പൈലറ്റ് 2ാമത്തെ പൈലറ്റിനോട് ചോദിക്കുന്നതാണ്. ചോദിച്ചത് ആരാണെന്നോ മറുപടി പറഞ്ഞത് ആരാണെന്നോ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടില്ല. ടേക്ക് ഓഫ് ചെയ്ത് 35 സെക്കൻഡിനുള്ളിലാണ് ഈ സംഭാഷണം. 10 സെക്കൻഡ് മാത്രമാണ് 2 എഞ്ചിനുകളിലേക്കും ഇന്ധനം എത്താതിരുന്നത്. ശേഷം ആദ്യം ഒന്നിലേക്കും 4 സെക്കൻഡിനു ശേഷം 2ാമത്തേതിലേക്കും ഇന്ധനം എത്തിത്തുടങ്ങി. എന്നിട്ടും പറന്നുയരാൻ കഴിയാതെ വന്നതിന് ഒരു കാരണമേയുള്ളൂ. ഓണാക്കിയാലും 2 മിനിറ്റ് അടുത്ത സമയം കൊണ്ട് മാത്രമേ എഞ്ചിനുകൾ പൂർണ്ണ സജ്ജമാവുകയുള്ളൂ. പറന്നുയർന്ന ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയിരുന്നുള്ളൂ. അതിനാൽ അവിടെ നിന്നും എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ച് ഉയരാൻ കഴിഞ്ഞില്ല. അതോടെ ഈ വിമാനം തകരുകയല്ലാതെ മറ്റൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. വിമാനത്തിന് 2 എഞ്ചിനും പ്രവർത്തിക്കാത്തപ്പോൾ ഊർജം പകരുന്നത് 2 സംവിധാനങ്ങളാണ്: റാം എയർ ടർബനും ഓക്സിലറി എയർ യൂണിറ്റും. ഇവ രണ്ടും പ്രവർത്തിച്ചില്ലെങ്കിലും ആവശ്യത്തിനുള്ള കുതിപ്പ് ലഭിച്ചില്ല. പരമാവധി ഉയരത്തിൽ പറക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളുടെ സമയത്ത് മാത്രമാണ് ഇവ രണ്ടും പ്രയോജനപ്പെടുക. കോക്പിറ്റിൽ 2 പൈലറ്റുമാരല്ലാതെ 3ാമതൊരാൾ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല, പ്രത്യേകിച്ചും ഈ ടേക്ക് ഓഫ് സമയത്ത്. അല്ലാത്ത സമയത്തും ക്യാബിൻ ക്രൂവിന് പോലും കോക്പിറ്റിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ 2 പൈലറ്റുമാരിൽ ഒരാളാകണം അപകടത്തിന് കാരണക്കാരൻ. അതെങ്ങനെ സംഭവിക്കും? വിമാന അപകടത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹതയാണ് മലേഷ്യൻ വിമാനം അപ്രത്യക്ഷമായത്. ഒരു പതിറ്റാണ്ട് മുൻപ് MH370 അപ്രത്യക്ഷമാകുമ്പോൾ നിരവധി സാധ്യതകൾ കൽപ്പിക്കപ്പെട്ടു. അതിൽ ഏറ്റവും പ്രാബല്യം നേടിയത് പൈലറ്റിന്റെ ആത്മഹത്യയായിരുന്നു. വിമാനം മനഃപൂർവ്വം കടലിലേക്ക് ഓടിച്ചിറക്കാതെ അങ്ങനെ ഒരു അപകടം സാധ്യമാകില്ല എന്നാണ് വിദഗ്ധർ വാദിച്ചത്. വ്യക്തിപരമായ പ്രശ്നങ്ങൾ മൂലം പൈലറ്റ് മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നു. മനോനില തെറ്റിയ പൈലറ്റ് ഒരു നിമിഷത്തെ വിഭ്രാന്തിയിൽ വിമാനം കടലിലേക്ക് പറപ്പിച്ചിറക്കിയിരിക്കാം. അതായിരുന്നു ആ കണ്ടെത്തൽ. മലേഷ്യൻ എയർവേസ് ഒക്കെ പൈലറ്റുമാർക്ക് പ്രത്യേക പരിശീലനമോ നിരീക്ഷണമോ നടത്തുന്നില്ല എന്നും അന്ന് വിമർശനം ഉയർന്നിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പൈലറ്റുമാരുടെ മനോനില അനുനിമിഷം വിലയിരുത്താറുണ്ട്. സമ്മർദ്ദത്തിലാണ് എന്ന് വ്യക്തമായാൽ വിമാനം പറത്താൻ അനുവാദം നൽകാറില്ല. എയർ ഇന്ത്യയുടെ പൈലറ്റുമാർ 2 പേരും അനേകം മണിക്കൂറുകൾ പറക്കൽ കഴിഞ്ഞവരാണ്. ഇരുവർക്കും വിമാനയാത്രയെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണകളുമുണ്ട്. അവരിൽ ഒരാളുടെ മാനസിക നില തകരാറിലായാൽ മാത്രമാണ് മനഃപൂർവമായ ഒരു അപകടം സംഭവിക്കുക. ഇരുവരും അങ്ങനെ ചെയ്യാൻ മാത്രം പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നോ എന്നതിലും വ്യക്തതയില്ല. പൈലറ്റുമാരിൽ ചാരി അന്വേഷണം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്നൊരു ചോദ്യവും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. ബോയിംഗ് വിമാന കമ്പനിക്ക് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്താൻ തുടക്കം മുതലേ ഒരു ശ്രമം ഉണ്ടായോ? അങ്ങനെയായിരുന്നു നേരത്തെ മുതലുള്ള റിപ്പോർട്ടുകൾ. അപകടത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഹ്യൂമൻ എറർ അഥവാ മാനുഷിക പിഴവ് എന്ന പ്രചാരണം ഉയർന്നിരുന്നു. പൈലറ്റുമാർക്ക് അബദ്ധം സംഭവിച്ചാലല്ലാതെ ഇങ്ങനെ അപകടം ഉണ്ടാകില്ലെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകിക്കൊണ്ടേയിരുന്നു. ഇപ്പോഴത്തെ അന്വേഷണം റിപ്പോർട്ട് വരുന്നതിന് 2 ദിവസം മുൻപ് തന്നെ അമേരിക്കൻ മാധ്യമങ്ങൾ ഈ വിവരം പുറത്തുവിട്ടതാണ്. ഇന്ത്യയിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ വിവരങ്ങൾ എങ്ങനെ പുറത്തെത്തി എന്ന ചോദ്യം ന്യായമായും ഉയർന്നു.
അന്വേഷണത്തിന്റെ ഭാഗമായി വിമാന കമ്പനിയുമായി പങ്കുവച്ച വിവരങ്ങൾ ചോർന്നതാകാം. അതാണെങ്കിൽ ഒരു കാര്യം സ്പഷ്ടമാണ്, ബോയിങ്ങിന് ഒരു പ്രശ്നവും ഇല്ല എന്ന മട്ടിൽ ആദ്യ ദിവസം മുതൽ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകിയിരുന്നു. മനഃപൂർവ്വം ചെയ്യാതെ ഓഫ് ആകില്ല എന്ന് ബോയിങ് പറയുന്നത് ഏതാനും കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. ഫ്യൂൽ സ്വിച്ചുകൾ ഇരുവശത്തും ഗാർഡുകൾ വെച്ച് സംരക്ഷിക്കുകയാണ്. കൈ അബദ്ധത്തിലൊട്ടും തട്ടിയാൽ സ്വിച്ച് ഓഫ് ആകില്ല. മാത്രവുമല്ല, ബോധപൂർവം മുകളിലേക്ക് വലിച്ച ശേഷം താഴ്ത്തിയാൽ മാത്രമേ അത് ഓഫ് ആക്കാനും സാധിക്കുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ബോയിങ്ങിന് പിഴവുണ്ടാകും എന്നതാണ് അവർ ഉയർത്തുന്ന ഒരു ചോദ്യം. ഈ കാറിന്റെ ഗിയർ അബദ്ധത്തിൽ കൈകൊണ്ടാൽ മാറാം, എന്നാൽ ഹാൻഡ് ബ്രേക്ക് മനഃപൂർവ്വം പിടിച്ചുയർത്തി അല്ലാതെ വീഴില്ല. അതുപോലെ ഗിയർ അബദ്ധത്തിൽ ന്യൂട്രലിലേക്ക് വീഴാം, എന്നാൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടിരിക്കുന്ന വണ്ടിയിൽ അത് മാറണമെങ്കിൽ മനഃപൂർവ്വം പിടിച്ചു താഴ്ത്തുക തന്നെ വേണം. അതുപോലെയാണ് ഫ്യൂൽ സ്വിച്ചുകളും എന്നാണ് വിശദീകരണം. ഈ റിപ്പോർട്ട് പുറത്തു വരും മുൻപ് ഒരു സംശയമുണ്ടായിരുന്നു. എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പൈലറ്റുമാർ ശ്രമിച്ചു എന്ന സാധ്യതയായിരുന്നു അത്. എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ ഫ്യൂൽ സ്വിച്ചുകൾ ഓഫാക്കി ഓൺ ആക്കുകയാണ് വേണ്ടത്. കമ്പ്യൂട്ടറും ഫോണും ഒക്കെ ഓഫാക്കി ഓൺ ആക്കുന്നത് പോലെ തന്നെ അങ്ങനെ എഞ്ചിൻ തകരാർ ശ്രദ്ധയിൽപ്പെട്ട് ഇന്ധന സ്വിച്ച് ഓഫാക്കി ഓൺ ആക്കിയിരിക്കാം എന്നായിരുന്നു ആ സാധ്യത. എന്നാൽ കോക്പിറ്റിലെ പുറത്തു വന്ന സംഭാഷണത്തിൽ ആരാണ് സ്വിച്ച് ഓഫാക്കിയത് എന്ന ചോദ്യം മാത്രമാണ് ഉയരുന്നത്. അതുതന്നെയാണ് പൈലറ്റുമാരുടെ പിഴവ് എന്ന ബോയിങ് ആണയിടാനുള്ള കാരണവും. എന്നാൽ അതിനപ്പുറം എഞ്ചിൻ തകരാറുണ്ടായോ എന്നൊരു ചോദ്യമുണ്ട്. ആ വഴിക്കുള്ള അന്വേഷണത്തിന്റെ മുന ഒടിച്ചു കളയുകയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. വിമാനം ആവശ്യത്തിന് വേഗം കൈക്കൊണ്ടു, ഫ്ലാപ്പുകൾ കൃത്യമായി വിരിഞ്ഞു, 2 എഞ്ചിനുകളും ഓഫ് ചെയ്തത് 1 സെക്കൻഡ് മാത്രം ഇടവേളയിലാണ്. എന്നാൽ ഓൺ ആക്കാൻ 4 സെക്കൻഡ് ഇടവേള എടുത്തു. ഇതെല്ലാം ദുരൂഹമാണ്. ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ പൈലറ്റുമാർ തമ്മിൽ നടന്ന ഏക ആശയവിനിമയം ഫ്യൂൽ സ്വിച്ച് ഓഫ് ആക്കിയത് ആര് എന്നത് മാത്രമാണോ? അതിനുള്ളിൽ നടന്നിരിക്കാനിടയുള്ള മറ്റ് സംഭാഷണങ്ങൾ എന്തുകൊണ്ട് പുറത്തു വന്നില്ല? ബോയിങ്ങിനെ രക്ഷിക്കാൻ ബോധപൂർവം ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തോടു കൂടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.